ഭരണഘടനയും മാധ്യമ സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രമുഖ അഭിഭാഷകൻ ശിവൻ മഠത്തിൽ ഈ വിഷയത്തിൽ സംസാരിച്ചു. മാധ്യമരംഗത്തുള്ളവർക്ക് മറക്കാൻ കഴിയാത്ത പ്രതിഭയാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവെന്നും അടിച്ചമർത്തലിന്റെയോ നിയന്ത്രണത്തിന്റെയോ പത്രപ്രവർത്തനമല്ല, സ്വതന്ത്ര പത്രപ്രവർത്തനത്തെയാണ് അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളതെന്നും പ്രമുഖ അഭിഭാഷകൻ ശിവൻ മഠത്തിൽ പറഞ്ഞു. ഭരണഘടനയും മാധ്യമ സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബും സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നെഹ്റുവിന്റെ ഈ നിലപാടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനശില. രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അവകാശം ലഭിച്ചത് ഭരണഘടനയിലൂടെയാണ്. ഭരണാധികാരികൾ അവരുടെ അധികാരം എങ്ങനെ നിർവഹിക്കണമെന്നുള്ള മാർഗരേഖയാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണഘടനാ മൂല്യങ്ങൾ ജുഡീഷ്യറിയിലെ കൂടുതൽ പേരും ലംഘിക്കപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്ത് 165 ദിവസം അസംബ്ലിയിൽ ചർച്ച നടക്കുകയാണ്. നോക്കണം, ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണമാകുമ്പോൾ അതിന്റെ പുറകിൽ എടുത്തിട്ടുള്ള മനുഷ്യാധ്വാനവും അതിന് എടുത്ത സമയവുമൊക്കെ. ആ അസംബ്ലിയിൽ 7635 ഭേദഗതികൾ കൊണ്ടുവരികയാണ്. അസംബ്ലിയിൽ കൂടുമ്പോഴൊക്കെ ഗാലറിയിൽ ധാരാളം ആളുകൾ ആ ചർച്ച കാണാനും അത് മനസ്സിലാക്കാനും വരുന്ന ഒരു ചരിത്രമുണ്ട്. അങ്ങനെ 2 വർഷം 11 മാസം 17 ദിവസം എടുത്താണ് ഇന്ത്യയുടെ ഭരണഘടന 950 ജനുവരി 26-ന് നിലവിൽ വന്നു. അങ്ങനെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ.പി. മുഹമ്മദ് അധ്യക്ഷനായി. പ്രസ് ക്ലബ് സെക്രട്ടറി പി.കെ. സജിത്ത്, ICJ ഡയറക്ടർ വി.ഇ. ബാലകൃഷ്ണൻ, ഹരിദാസൻ പാലയിൽ, ദർശനം സാംസ്കാരിക വേദി ചെയർമാൻ കെ. സാഹിർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ